അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത ഒരു RX100ൻ്റെ വിശേഷമാണ്. അപ്പോൾ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് RX100. ഈ ഡിസ്കിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഡിസ്ക് വർക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോജോ ഡിസ്ക് പ്ലേറ്റ് പൾസറിൻ്റെ ഫുൾ ഫോർക്ക് സെറ്റിൽ ക്ലിയർ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫ്സിയുടെ കാലിബറാണ് ഇരിക്കുന്നത്. മോജോ ഡിസ്ക് പ്ലേറ്റ് എടുത്തിട്ട് പൾസറിൻ്റെ ഹബ്ബിൽ നമ്മൾ വേറൊരു അലുമിനിയം പീസ്, അതായത് ഡിസ്ക് പ്ലേറ്റിന് സൂട്ടാവുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ട് ഹബ്ബിൽ വെച്ച് മുറുക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ഈ അല്ലെങ്കിൽ അകത്തൊരുന്ന അല്ലെങ്കിൽ ബോൾട്ട് വെച്ച് മുറുക്കിയേക്കുന്നത് അലുമിനിയത്തിൽ ചെയ്തൊരു പീസാണത്. അപ്പം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ മോജോ ഡിസ്ക് പ്ലേറ്റ് വെച്ച് മുറുക്കിയേക്കുന്നത്. ഈ ഇരിക്കുന്നത് എഫ്സിയുടെ കാലിബറാണ്. എഫ്സിയുടെ കാലിബറിൽ ഈ ചെറിയൊരു ബ്ലാക്ക് പോർഷൻ വന്നിട്ടില്ല, അതൊരു മെറ്റലിൽ നമ്മൾ ചൂടാക്കി തട്ടി നൂത്ത് ലെവൽ ചെയ്തെടുത്തിട്ട് അങ്ങനെ ഡിസ്ക് പ്ലേറ്റിന് സൂട്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ക്ലാമ്പാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കാലിബർ ഇതിൽ വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്കിൽ വരുന്ന ഈ ബോൾട്ടില്ലേ, ഈ എക്സ്റ്റൻഷൻ ഈ കാലിബറായിട്ട് ഒരിക്കലും സൂട്ടാവില്ല. അപ്പോൾ സൂട്ടാവണമെങ്കിൽ ഈ കാലിബറിന് ഈ ഡിസ്ക് പ്ലേറ്റിൽ വെക്കണമെങ്കിൽ ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ ഒരു മെറ്റൽ പ്ലേറ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഇതിൽ വെച്ച് മുറുക്കിയേക്കുന്നത്. അപ്പോൾ മുറുക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നോർമൽ ഡിസ്ക് വർക്കാവുന്ന കണക്ക് രീതിയിൽ വർക്കാവും. ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ടർ ട്യൂബിൽ വരുന്ന ഈ അലുമിനിയം പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറൊരു അലുമിനിയം പീസ് ചെയ്തിട്ട് ഈ കാലിബർ ഡയറക്റ്റ് മുറുക്കി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷൻ വരത്തുമില്ല. അപ്പം ഈ ഔട്ടർ ട്യൂബിൽ നിന്ന് ഡയറക്റ്റ് കാലിബർ പിടിപ്പിക്കാനും പറ്റും. കാണാൻ അതൊരു വേറൊരു ഭംഗി, ഇതൊരു വേറൊരു ഭംഗിയാണ്. അപ്പം ആ ഒരു അലുമിനിയം പീസ് വെൽഡ് ചെയ്യുന്നത് ഇപ്പോൾ വേറൊരു വണ്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ അത് കഴിഞ്ഞൊരു ഗ്രീൻ കളർ ബ്രേക്ക് ഹോസാണ്, അതായത് ഫൈബറിൻ്റെ ബ്രേക്ക് ഹോസാണ് നമ്മൾ മാസ്റ്റർ സിലിണ്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രംബോ വരെ മാസ്റ്റർ സിലിണ്ടറാണ് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റിൽ വരുന്നതും ബ്രംബോ വരെ ക്ലച്ചാണ്, ഹൈഡ്രോളിക് അല്ല, നോർമൽ ക്ലച്ച് കേബിളിൽ വരുന്ന ക്ലച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് SD-യുടെ ഹെഡ്ലൈറ്റ്, പിന്നെ ഷോവറിൻ്റെ ഇൻഡിക്കേറ്ററാണ് ലെഫ്റ്റ് റൈറ്റും വെച്ചേക്കുന്നത്. പിന്നെ ഒരു പഞ്ചിങ് നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ്. ഫ്രണ്ട് ഡിസ്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വലിയ ഡിസ്ക് പ്ലേറ്റും കാലിബർ അതിനനുസരിച്ച് കുറച്ച് വലുതാണെങ്കിൽ ബൈറ്റ് നല്ല സൂപ്പറായിരിക്കും. പിന്നെ അതിൽ വരുന്ന മാസ്റ്റർ സിലിണ്ടറും കുറച്ച് നല്ല ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ നമുക്ക് ബ്രേക്കിങ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിസ്ക് പ്ലേറ്റ് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് വരുന്ന കാലിബറും അതിനനുസരിച്ച് വരുന്ന മാസ്റ്റർ സിലിണ്ടറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു രസമുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ബൈറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഒന്നെങ്കിൽ നമ്മൾ എഫ്സിയുടെ ഇത് വലിയ ഡിസ്ക് പ്ലേറ്റ് വയ്ക്കുന്ന സമയത്ത് RTRൻ്റെ മാസ്റ്റർ സിലിണ്ടർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിങ് കുറച്ചുകൂടി സുഖമാകും. അത് കഴിഞ്ഞിട്ട് ഈ ഫൈബർ ട്യൂബിന് മാക്സിമം ഉപയോഗിക്കാൻ നോക്കണം. റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് കറക്റ്റായിട്ട് കിട്ടാൻ വലിയ പാടായിരിക്കും. പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും, ഇത് പിടിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഹാർഡായിട്ടിരിക്കും. ബ്രേക്ക് രണ്ട് വയറിലൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്പോട്ടിൽ തന്നെ ബ്രേക്ക് കിട്ടും. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് വണ്ടിയിൽ വർക്ക് ചെയ്ത് കിട്ടാൻ കാര്യങ്ങൾ. അപ്പോൾ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു മെറ്റാലിക് ബ്ലൂ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 5 സ്പീഡിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വണ്ടി 100 ആണ്, എന്നാലും ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ബ്ലൂ ഷെയ്ഡിൽ ആ 5 സ്പീഡ് സ്റ്റിക്കർ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5 സ്പീഡ് സ്റ്റിക്കർ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇസഡിൻ്റെ മീറ്റർ നമ്മളെല്ലാ വണ്ടിയിലും ചെയ്യുന്ന കണക്ക് RX-ൻ്റെ മീറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം സ്പീഡോ മീറ്റർ പഴയതാണ്, RP മീറ്റർ മാത്രം നമുക്ക് RP മീറ്ററും പൈലറ്റ് ബോക്സ് മാത്രം പുതിയത് മേടിച്ചാൽ മതി. പഴയ സ്പീഡോ മീറ്റർ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അത് മേടിച്ചില്ല. അതിന് പകരം RP മീറ്ററും പൈലറ്റ് ബോക്സ് മാത്രം പുതിയത് മേടിച്ചിട്ട് കീ സെറ്റ് എല്ലാം പുതിയതാണ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു ബാർ ഹാൻഡിലാണ് വെച്ചേക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവും, ഒരു കിട്ടില്ല ബാർ ഹാൻഡിലാണ് വെച്ചേക്കുന്നത്. ഓട്ട് ചെയ്യാൻ നല്ല സുഖമാണ് ബാർ ഹാൻഡിൽ. പിന്നെ പിറകിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഷോവറിൻ്റെ സീറ്റാണ് വണ്ടിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സീറ്റിൻ്റെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഡബിൾസ് പോകുമ്പോഴത്തേക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ സീറ്റ് കൊണ്ട് പതിയും. ഒന്നെങ്കിൽ ചിലപ്പം നമ്മുടെ സീറ്റിൻ്റെ ബേസ് ഒടിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ആൾക്കാരൊന്ന് സൂക്ഷിക്കുക. കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഡബിൾസ് ഇരുന്ന് പോവുകയാണെങ്കിൽ ഈ അടിയിൽ വരുന്ന ബേസ് ഒന്ന് ബെൻഡാവുകയും ചെയ്യും, ചിലപ്പോൾ ഒടിയാനും ചാൻസ് ഉണ്ട്. ബാക്കിലെ സീരീസ് സ്പ്രിങ് ഫുള്ള് ബ്ലാക്ക് പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് അടിച്ചതാണ്. പിന്നെ സൈലൻസർ, റിമ്മ്, ഫോക്സ്, നമ്മളെ എൻജിൻ കവറിൽ വരുന്ന കുട്ടി കവർ, മുകളിൽ വരുന്ന ഹെഡ്,
നമ്മളെ മഡ് ഗാർഡ്, മഡിൻ്റെ റിം, അതിൻ്റെ ഫോക്സ്, ഇതെല്ലാം നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മീറ്റർ കൺസോൾ നമ്മൾ ഇസെൻ്റാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന കണക്ക് റൈറ്റ് സൈഡ് കവർ, അതായത് ക്ലച്ച് വരുന്ന ആ ഭാഗം ക്ലച്ച് കവർ നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്തിട്ട് RPM കണക്ട് ചെയ്ത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വണ്ടിയിലും ചെയ്തേക്കുന്നത്. ഏത് വണ്ടി കൊണ്ടുവന്നാലും വണ്ടിയുടെ സൗണ്ടാണ് ആദ്യം കേൾപ്പിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ടിട്ട് വരാം. നമുക്ക് ഈ കാലിബർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസറിൻ്റെ കാലിബറോ, നമുക്ക് വരുന്ന TVSൻ്റെ കാലിബറോ, പിന്നെ ബുള്ളറ്റിൻ്റെ കാലിബറോ, അങ്ങനെ ഏത് വണ്ടിയുടെ കാലിബർ വേണമെങ്കിൽ നമുക്കിതിൽ ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ എക്സ്റ്റൻഷൻ്റെ വരുന്ന ഷേപ്പില്ലേ, ആ എക്സ്റ്റൻഷൻ കറക്റ്റ് ആ കാലിബറിൽ എങ്ങനെയാണോ ഇതിൽ കണക്റ്റ് ആവുന്നത് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏത് കാലിബർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഫോക്സ് വീല് വരുന്ന ഏത് ഹബ്ബും, ഫോക്സ് വീല് ഡിസ്ക് വരുന്ന ഏത് ഹബ്ബും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് ആ അലുമിനിയം പീസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം വലിയൊരു അലുമിനിയം പീസ് ചെയ്യേണ്ടി വരും, അപ്പം ചെറിയ അലുമിനിയം പീസ് ചെയ്യേണ്ടി വരും. ഇപ്പം അലുമിനിയം പീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇപ്പം ചെറിയ അലുമിനിയം അതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഹബിനകത്ത് അലുമിനിയം പീസ് കുറച്ചുകൂടി വലുതാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കോസ്റ്റ് കുറച്ച് ചെയ്യാവുന്നത് ഈ പൾസറിൻ്റെ ഡിസ്ക് സെറ്റിനകത്താണ്. ബാക്കിയുള്ളതിൽ വെച്ച് ഏറ്റവും രീതിയിൽ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്നത് പൾസറിൻ്റെ ഡിസ്ക് യൂണിറ്റിലാണ് ഈ മോജോയുടെ ഡിസ്ക് പ്ലേറ്റ് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. നമുക്കിനി ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലേ പറഞ്ഞു ചെറിയ രീതിയിൽ മാത്രമേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വണ്ടിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും